السلام عليكم. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ മഖാരിജുൽ ഹുറൂഫ്, ഇത് മുമ്പ് വിശദീകരിച്ചു നാം പഠിച്ചു കഴിഞ്ഞതാണെങ്കിൽ തന്നെയും പല പഠിതാക്കൾക്കും വീണ്ടും അത് വിശദമായി അറിയേണ്ടത് ആവശ്യമായി വന്നതുകൊണ്ട് നമ്മൾ ആവർത്തിക്കുകയാണ്. മഖ്റജ് എന്നാൽ ഉത്ഭവസ്ഥാനം, അതിൻ്റെ ബഹുവചനം മഖാരിജ്. ഹർഫ് എന്നാൽ ഓരോ അക്ഷരവുമാണ് ഉദ്ദേശിക്കുന്നത്. മഖാരിജുൽ ഹുറൂഫ് അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ എന്നർത്ഥം. മഖ്റജ് മുഹഖഖ്, മുഖദ്ദർ എന്നിങ്ങനെ രണ്ടാണെന്ന് നാം സൂചിപ്പിച്ചു. മുഹഖഖ് എന്നാൽ കൃത്യമായ ഒരു സ്ഥാനത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. ആ നിർണിതമായ സ്ഥാനം, ഓരോ അക്ഷരവും ഉച്ചരിക്കപ്പെടുന്നതായ നിർണിതമായ സ്ഥാനത്തിനാണ് മഖ്റജ് മുഹഖഖ് എന്ന് പറയുന്നത്. 28 അക്ഷരങ്ങളുടെയും മഖ്റജ് മുഹഖഖ് തന്നെയാണ്. എന്നാൽ ദീർഘാക്ഷരങ്ങളായ അലിഫ്, വാവ്, യാ ഇവ മൂന്നും ഉത്ഭവിക്കുന്നത് ജൗഫ് എന്ന വിശാലമായ ഒരു മഖ്റജിൽ നിന്നാണ്. പിന്നീട് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അള്ളാഹ്. അത് മുഖദ്ദറായ മഖ്റജായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. കൃത്യമായ ഒരു ബിന്ദുവിൽ അല്ലെങ്കിൽ ഒരു ഉച്ചാരണ സ്ഥാനത്തിൽ ഒതുങ്ങി നിൽക്കാതെ തൊണ്ട മുതൽ വായ വരെ വിശാലമായി കിടക്കുന്ന ഒരു സ്ഥാനമാണ് ദീർഘാക്ഷരങ്ങളായ അലിഫിനും വാവിനും യാഇനും ഉള്ളത് എന്നതുകൊണ്ട് അതിൻ്റെ മഖ്റജ് മുഖദ്ദർ എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ മുഹഖഖ് എന്നും മുഖദ്ദർ എന്നും രണ്ടായി മഖ്റജുകളെ നമുക്ക് മനസ്സിലാക്കാം. മൊത്തത്തിൽ അൽ മഖാരിജുർ റഈസിയ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രധാനമായ മുഖ്യമായ 5 മഖ്റജുകളാണുള്ളത്. ഇത് നാം നിർബന്ധമായും ഓർത്തു വെക്കേണ്ടതാണ്. 1 അൽ ജൗഫ്, 2 അൽ ഹൽഖ്, 3 ലിസാൻ, 4 ഷഫതാനി, 5 ഖൈശൂം. അൽ ജൗഫ് എന്ന് പറഞ്ഞാൽ വിശാലമായ ദീർഘാക്ഷരങ്ങളുടെ മഖ്റജായ അന്തർഭാഗം എന്നാണ് ജൗഫിൻ്റെ ഭാഷാർത്ഥമെങ്കിലും ഉദ്ദേശിക്കപ്പെടുന്നത് ദീർഘാക്ഷരങ്ങളുടെ മഖ്റജായ തൊണ്ട മുതൽ വായ വരെ വിശാലമായി കിടക്കുന്ന ഒരു മഖ്റജാകുന്നു. മുഖദ്ദറായ മഖ്റജാണെന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി. രണ്ടാമത്തേത് ഹൽഖ്, തൊണ്ടയാണ്. അവിടെ നിന്ന് എത്ര മഖ്റജുകൾ, അതിൽ ഈ തൊണ്ട എന്ന റഈസിയായ മഖ്റജിൽ 3 ഉപമഖ്റജുകളുണ്ട്, ഫറഈയായ മഖ്റജുകളുണ്ട്. അതും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന അക്ഷരങ്ങളും പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. ശേഷം ലിസാൻ, ഏറ്റവും കൂടുതൽ അക്ഷരങ്ങൾ ഉത്ഭവിക്കുന്ന റഈസിയായ മഖ്റജാണ് ലിസാൻ. അതിന് 10 ഉപമഖ്റജുകളുണ്ട്. ഇൻഷാ അള്ളാഹ് അതും വഴിയെ നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് ഷഫതാനിയാണ്, 4ാമത്തെ മഖ്റജ്. 2 ചുണ്ടുകളുമായി ചേർന്ന് വരുന്ന അക്ഷരങ്ങളും ഇൻഷാ അള്ളാഹ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാവുന്നതാണ്. അവസാനമായി ഖൈശൂം, നാസാന്തരം എന്ന് പറയാം. അതായത് മൂക്കിൻ്റെ ഉൾഭാഗം, തരിമൂക്ക് എന്നൊക്കെ അർത്ഥം കൽപ്പിക്കപ്പെടുന്ന ഖൈശൂം എന്ന റഈസിയായ മഖ്റജ്. ഇവിടെ നിന്നും ഗുന്നത്തിൻ്റെ ശബ്ദം വരുന്നു. നൂനിലും മീമിലും അടിസ്ഥാനമായി നിലനിൽക്കുന്ന ഒരു സ്വരവിശേഷണമാണ്, ഒരു സിഫത്താണ്, അല്ലെങ്കിൽ ആ അക്ഷരങ്ങൾക്കുള്ളതായ ഒരു ശബ്ദ വിശേഷണമാകുന്നു ഗുന്ന. ഇൻഷാ അള്ളാഹ് അതും നമുക്ക് വിശദമായി പിന്നീട് മനസ്സിലാക്കാം. ആ ഗുന്നത്തിൻ്റെ മഖ്റജായ ഖൈശൂം. ഇങ്ങനെ 5 മഖ്റജുകളാണ് റഈസിയായ പ്രമുഖമായ മഖ്റജുകൾ. ഇതിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉപമഖ്റജുകളെക്കുറിച്ച് പിന്നീട് വിശദമായി നമുക്ക് പഠിക്കാം. തജ്വീദിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മഖാരിജ് അറിയലും കൃത്യമായും അക്ഷരങ്ങൾ അതിൻ്റെ ഉത്ഭവസ്ഥാനത്തിൽ നിന്നും ഉച്ചരിക്കുക എന്നതും. അതുകൊണ്ട് നാം വീണ്ടും മഖാരിജിനെ കുറിച്ചുള്ള വിശദീകരണം ആവർത്തിക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. റഈസിയായ മഖ്റജുകൾ അൽ ജൗഫ്, വൽ ഹൽഖ്, വൽ ലിസാൻ, വൽ ഷഫതാനി, വൽ ഖൈശൂം എന്നിങ്ങനെ 5 പ്രമുഖമായ മഖ്റജുകളാണുള്ളത്. കൂടുതൽ അറിയാനും മനസ്സിലാക്കുവാനും തെറ്റുകൂടാതെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.